മുഹമ്മദ് അമീർ, അങ്ങനെയാണെങ്കിൽ രാഹുൽ പറയുന്നതും ഒരു പരിധിവരെ ശ്രീജിത്ത് പറയുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവിടെ നിർബന്ധിക്കൽ എന്ന കാര്യം ഉണ്ടാവുകയില്ല എന്നാണ്. താങ്കൾ അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെന്ന്? അതില് മഞ്ജുഷ് പിന്നെ രാഹുൽ പറഞ്ഞു, ശ്രീജിത്ത് പറഞ്ഞതൊക്കെ ഇപ്പൊ ഇവിടെ ഒരു ഇൻസൾട്ടിങ് എന്നുള്ള നിലക്ക് ഇപ്പൊ ഇൻസൾട്ടിങ് ആണ് പ്രശ്നം. ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു മതവിശ്വാസി, ഒരു ക്രിസ്ത്യാനി ആവട്ടെ, ഒരു മുസ്ലിം ആവട്ടെ, ആരും ആവട്ടെ, ഇതിനൊന്നും ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് ആയത്തുണ്ട്, വലാത്ത സുബുല്ലതിനേത് ഓനമിന്തൂനില്ല. അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ പുറമെ അല്ലെങ്കിൽ ഏകദൈവത്തിന്റെ പുറമെ മറ്റുള്ള വിശ്വാസികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവർ ബഹുമാനിക്കുന്നതുമായ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ ഒന്നും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ള നമ്മളൊരു കർശനമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് ദൈവങ്ങളെ വിളിക്കുന്ന, മറ്റ് ദൈവങ്ങളെ പരാമർശിക്കുന്ന ദുർഗ, സരസ്വതി ഇവരൊക്കെ പരാമർശിക്കുന്ന വന്ദേ മാതരത്തിന്റെ അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച് കാണുന്ന ഒന്നിനും ഒരു മുസ്ലിമും, ഒരു വിശ്വാസിയായ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ നിലക്ക് നമുക്ക് അതിനൊരു ഇൻസൾട്ടേഷന്റെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ഇപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞു, നമ്മളത് കുറച്ചും കൂടി വ്യക്തമായി തെളിച്ച് പറയണം. കാരണം ഇതൊരു തൗഹീദും ഷിർക്കും, ഒരു ഏകദൈവ വിശ്വാസം ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്കാൾ അപ്പുറത്ത് ഇത് എല്ലാ മതവിശ്വാസികളുടെ പ്രശ്നം തന്നെയാണ്. ഇതൊരു മതേതര സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഒരു ബുദ്ധമത വിശ്വാസിക്ക് ഈ ദുർഗയും സരസ്വതിയും ഒക്കെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ അതിനെ വിളിക്കാൻ കഴിയൂല. ഒരു ജൈന മത വിശ്വാസിക്ക് ദുർഗയും സരസ്വതിയും വിളിക്കാൻ പറ്റുമോ? ഒരു സത്യത്തിൽ ഒരു ജൈന മത വിശ്വാസി ആണെങ്കിൽ ഒരു സിഖുകാരന് വിളിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു യഹോവ സാക്ഷി വിശ്വസിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരന് വിളിക്കാൻ പറ്റുമോ? അവർക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വിശ്വാസിക്ക് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഇത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതിന്റെക്കാളും അപ്പുറത്ത് ഇവിടെ പല രൂപത്തിൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടും. അത് ആ അതറിങ് നടക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വർ പറയുമ്പോഴും ആ അപരവൽക്കരണം എന്നൊരു ഇന്റൻഷൻ ഇതിന്റെ ബാക്കിലുണ്ടോ ഒന്ന് സംശയിക്കണം, നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തത്, ഇത് അവിടെ അപരവൽക്കരിക്കപ്പെടും. ഇവിടെ ഈ 2014 ശേഷം ഈ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്തൊക്കെ നിയമങ്ങൾ. ഇപ്പൊ SIR ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ SIRൽ ആരാണ് പുറന്തള്ളുന്നത്? NRC നമ്മൾ കണ്ടു. ഈ NRCയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ അല്ല മഞ്ജുസ്, അതിലാകാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. ഇപ്പൊ ആസാമിലും മറ്റൊക്കെ നടപ്പിലാക്കിയപ്പോ എന്തുകൊണ്ട് കുറെ ഹിന്ദുക്കൾ പുറത്തായി എന്നുള്ളത് അത് അവിടുത്തെ വേറെ കുറെ കേരളത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി അതിനെ വലിയ രീതിയിൽ എതിർത്തില്ല. അതിന് കാരണം എന്താണെന്നുള്ള കാര്യം അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു പൊതുസ്വഭാവമായിട്ട് പറയരുത്. നമുക്ക് വേറെ ചർച്ചയ്ക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ ഇങ്ങനെ കുറെ സ്ട്രെയിഞ്ച് ആയ നിയമങ്ങൾ വരുമ്പോ ഇതിന്റെ പിന്നിലുള്ള അതിൽ സ്ട്രെയിഞ്ച് ഇല്ല ശ്രീ മുഹമ്മദ് അബീർ. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളത് വേറെ അങ്ങനെയാണെങ്കിൽ അത് പൊതു സ്വഭാവമായിട്ട് വരേണ്ടതായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എതിർത്തില്ല? കാരണം CPM ചേർത്ത കള്ളവോട്ടുകൾ അവിടെ നിന്ന് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇത് ഒരു എഴുന്നേറ്റ് നിൽക്കലിന്റെ പ്രശ്നമല്ല. ഒരു വിശ്വാസികളെ സംബന്ധിച്ച് അവര് വിശ്വസിക്കാത്ത മറ്റ് മതവിശ്വാസികൾ ആദരിക്കുന്ന ദൈവത്തെ വിളിക്കാനുള്ള ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവും. ആ പ്രയാസം മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ബുദ്ധമത, ജൈനമത എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ അവരെ നിർബന്ധിക്കരുത്. ഇനി ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് വന്ദേ മാതരം പാടുന്നു. അവിടെ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടെന്ന് വിചാരിക്കുക, അത് ആരും ആയിക്കോട്ടെ. അപ്പൊ ആ സദസ്സില് അദ്ദേഹം ചിലപ്പോ ഇത് ചെല്ലാതിരുന്നാൽ, എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ തന്നെ വിചാരിക്കുക, ചിലപ്പോ അദ്ദേഹത്തെ ഇയാൾ തീവ്രവാദി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആളായതുകൊണ്ട് അവിടെ ഒരു ലേബലിംഗ്, ദേശസ്നേഹമില്ലാത്തയാൾ എന്നുള്ള അടിച്ചേൽപ്പിക്കൽ വരും. അതുകൊണ്ട് തന്നെ അമീർ ഒരു കാര്യം ചോദിച്ചോട്ടെ. എളുപ്പ വഴിയായി ഇത് മറിഞ്ഞു മാത്രം. ശരി അമീർ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ അഞ്ചാമത്തെ ഖണ്ഡിക, ശരി അമീർ ഒരു കാര്യം, അല്ലല്ല ഇവിടെ രണ്ടുപേർ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഖണ്ഡികയിൽ വരുന്ന 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗയും താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിയും വിദ്യ നൽകുന്ന സരസ്വതിയും, ഈ ഭാഗം നിങ്ങൾക്ക് പറ്റില്ല. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണത്തെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയല്ലേ? അത് ഞങ്ങൾക്ക് നല്ല ഒരു മതവിശ്വാസിക്ക് അത് ചെല്ലാൻ കഴിയില്ല, അത് ആലപിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു അതറിങ് നടത്താൻ എളുപ്പമാണ്. അതറിങ്ങിനുള്ള സാധ്യതകൾ അവിടെ അപരവൽക്കരണം നടക്കുമെന്നാണ് ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.